നീ ഒരു സത്യം മനസ്സിലാക്കുക. നിന്റെ യഥാർത്ഥ സ്വഭാവം സ്നേഹമാണ്. അത് മറ്റൊരാളിൽ നിന്ന് കിട്ടേണ്ടതല്ല, നിന്റെ ഉള്ളിൽ തന്നെയുള്ളതാണ്. ഈ ലോകത്ത് നീ എത്ര നന്മയോടെ പെരുമാറിയാലും ചിലർ നിന്നെ വേദനിപ്പിച്ചേക്കാം. അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് നിന്റെ മനസ്സ് ചോദിച്ചേക്കാം. നീ ഒരാളെ സ്നേഹിക്കുമ്പോൾ തിരിച്ച് സ്നേഹം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നിടത്താണ് നിന്റെ ദുഃഖം തുടങ്ങുന്നത്. മറ്റുള്ളവർ നിന്നെ സ്നേഹിക്കണമെന്ന് നിർബന്ധമില്ല. അവരുടെ സ്വഭാവം അവർക്ക്, നിന്റെ സ്വഭാവം നിനക്ക്. നിന്റെ സ്നേഹം നിസ്വാർത്ഥമാണെങ്കിൽ നിന്റെ ഉള്ളിൽ എപ്പോഴും സന്തോഷമുണ്ടായിരിക്കും. അപ്പോൾ മറ്റുള്ളവരുടെ വാക്കുകൾ നിന്നെ വേദനിപ്പിക്കില്ല. സത്യത്തിൽ നിന്നെ വേദനിപ്പിക്കുന്നത് അവരല്ല, നിന്റെ പ്രതീക്ഷകളാണ്. എന്തെങ്കിലും തിരിച്ചു കിട്ടാൻ ആഗ്രഹിച്ചു നൽകുന്നത് സ്നേഹമല്ല, അതൊരു ഇടപാടാണ്. നിന്റെ ഉള്ളിൽ സന്തോഷം നിറഞ്ഞിരിക്കുമ്പോൾ നിനക്ക് മറ്റൊരാളിൽ നിന്നൊന്നും വേണ്ടിവരില്ല. ആരെങ്കിലും നിന്നെ വേദനിപ്പിക്കുമ്പോൾ അവർ തെറ്റാണെന്ന് നീ കരുതും. എന്നാൽ അവരുടെ സാഹചര്യങ്ങളോ വേദനകളോ നീ അറിയുന്നില്ല. അതുകൊണ്ട് പ്രിയഭക്ത, നിന്റെ ഉള്ളിലേക്ക് നോക്കുക. അമിതമായ പ്രതീക്ഷകൾ ഉപേക്ഷിക്കുക. ചില ബന്ധങ്ങൾ ആദ്യം വലിയ ആവേശമായി തോന്നും, എന്നാൽ പിന്നീട് അവ നിന്നെ വേദനിപ്പിച്ചേക്കാം. അങ്ങനെയുള്ളപ്പോൾ സ്നേഹത്തോടെ അവയെ വിട്ടുകളയുന്നതാണ് സമാധാനം. നിന്റെ ആനന്ദം നിന്റെ ഉള്ളിൽ തന്നെയുണ്ട്, അതവിടെ കണ്ടെത്തുക. അപ്പോൾ ലോകം എന്ത് ചെയ്താലും നിന്റെ മനസ്സ് തളരില്ല.